ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം ഞാനിത് എങ്ങോട്ടെങ്കിലും വിചാരിക്കുന്നുണ്ടാവില്ല. ഞാൻ മോനെയും കൊണ്ട് പുറത്താണ് കേട്ടോ. പുറത്ത് പറഞ്ഞാൽ വാക്സിനേഷനൊക്കെ അവനക്ക് എല്ലാം എടുത്തിക്കണം കേട്ടോ. അതേതായ ടൈമിൽ എല്ലാം എടുത്തിക്കണം കേട്ടോ. അതുപോലെ തന്നെ അപ്പം ഞാൻ അത് കഴിഞ്ഞ് 2 വയസ്സ് കഴിഞ്ഞാൽ വൈറ്റമിൻ മരുന്ന് വൈറ്റമിൻ എ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് 6 മാസം കൂടുമ്പോൾ ഇടവിട്ടിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സംഭവം അവന് നല്ല ഹാപ്പിയാണ് കേട്ടോ. എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല, നടക്കാനൊക്കെ കേട്ടോ. അവനക്ക് നടക്കാൻ ഇഷ്ടം. അപ്പം നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്താണ് കേട്ടോ, 2 മിനിറ്റ് നടന്നാൽ മതി. അടുത്താണ് ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിലാണ് അവിടെ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണേ. സംഭവം അവനിപ്പോൾ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ. എന്താണ് എങ്ങനെയെന്നൊന്നും അറിയില്ല. അവിടെ പോയ ഇനി കുട്ടികൾ കരച്ചിലൊക്കെ കേട്ടോ വിചാരിച്ചും അവന് കുത്തിവെപ്പാണെന്ന് വിചാരിച്ചിട്ട് കരയുന്നപ്പോൾ പോരാനൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാട്ടോ ഞങ്ങളുടെ ഹെൽത്ത് സെൻറ്റർ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞില്ലേ, ഇത് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് കുറവുണ്ട് തോന്നുന്നുണ്ടോ. ഞാൻ പിന്നെ നേരത്തെ വന്നിക്കണ്, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കുമേ. അപ്പോൾ ഇന്നത്ര തിരക്കൊന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ടോക്കനൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് ഇവരിത് പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ വേഗം പോയിട്ട് നമുക്ക് ചോദിക്കാനും പറ്റില്ല. അപ്പോൾ ഡോക്ടറെ കണ്ടതിന് ശേഷം നോക്കി നമുക്ക് കുട്ടികൾക്ക് ജലദോഷം, പനി അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലൊക്കെയാണ് അവർ നമുക്ക് തരുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ ടോക്കൺ എടുക്കുന്ന, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചിലപ്പോൾ ക്യൂ നിന്നിട്ട് ഒരുപാട് ആളുണ്ടാവും കേട്ടോ. അപ്പോൾ അത്ര ഒന്നും ഇല്ല, ഒരു പേരേ ഉള്ളൂ. അങ്ങനെ അപ്പം ഞാൻ എടുത്ത് അതിന് ശേഷം പിന്നെ അവിടെ പോയിട്ടോ. അവിടെ പോയപ്പോൾ ചെറിയൊരു അവിടെ 1-2 പേരുണ്ട് കേട്ടോ. അത്ര കൂടുതൽ തിരക്കൊന്നും ഇല്ല. ഇവിടെയൊക്കെ തൊട്ട് നല്ല വ്യൂ ആട്ടോ, കുഴപ്പമൊന്നുമില്ല. അവിടെ അത്യാവശ്യം ഭയങ്കര തിരക്ക് ഇവിടെയൊക്കെ അധികം ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ ടൈം ആകുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ 10 മണിൻ്റെ മുന്നേ ഇറങ്ങിയത് കാരണം തിരക്ക് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്, ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ പിന്നെ അതാ ഞാനാട്ടോ ഇവിടെ കുറേ നമ്മുടെ പേരും കുട്ടിയുടെ പേരും വെയിറ്റും അതുപോലെ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ചോദിക്കുകയാണ് അവർ. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് ശേഷം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് കമ്പ്യൂട്ടറിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കുറേ പറഞ്ഞു കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. എന്നിട്ടൊക്കെയാണ് അവർ നമ്മളെ കുട്ടിക്ക് സംഭവം വൈറ്റമിൻ കൊടുക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ കൊടുക്കുന്ന. അപ്പോൾ ആദ്യം അവൻ കുറേ കരഞ്ഞിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്, കരച്ചിലിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാള് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം, അങ്ങനെ മരുന്നും കൊടുത്തിട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കഴിഞ്ഞ് പോരുകയാണേ. അപ്പോൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ സംഭവം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ ഇതിങ്ങനെ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ എത്തിയതാണ്. അപ്പം നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.